ഇത് മുഹമ്മദ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള ചെറുപഴമാണ്, നന്നായിട്ട് പഴുത്ത ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കുവാണ്. അത് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ടില്ല, ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല, വറുക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് റവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം പറഞ്ഞുതരാം എത്രയാണ് ഞാൻ ചേർത്തിട്ടില്ല എന്നുള്ളത്. അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നാക്കി മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർക്കാൻ കാരണം ഞാൻ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. നിങ്ങൾ ഏലക്കായ മാത്രം പൊടിച്ച് വെച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചേർക്കണേ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി പൊടി ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ടോട്ടൽ ഞാനൊരു 1.5 കപ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും 1/2 കപ്പോളം ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു 1.5 കപ്പ് പൊടി ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ ആണ് കേട്ടോ. നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് തുടങ്ങാം. പക്ഷെ ഞാനിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. ഇതിൽ റവ ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ. കുറച്ച് സമയം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് വെള്ളം കുടിച്ച് വന്നപ്പം ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കോരി ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൂസ് ആയാൽ മതി, ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇതിന് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനിത് ഓരോന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നിലൊന്നുമല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഷേപ്പിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ടാണ് വേണ്ടത്. ഞാനിത് കോരി ഇട്ട് കൊടുക്കുക ആയതുകൊണ്ടാണ് ഞാനൊന്ന് ലൂസാക്കി എടുത്തത് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുമ്പം നിങ്ങൾ തീ നല്ലോണം ശ്രദ്ധിക്കുക. വളരെ ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതിയേ, എന്നാൽ മാത്രമേ ഉള്ളിൽ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.